ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് നല്ല അവിലാണ്. കുറച്ച് കട്ടിയുള്ള അവിലെടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ നെല്ലിക്കുത്തിരിയുടെ അവിലെടുക്കുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാല്, ഐസ്ക്രീം, ഇത് മൂന്നാണ് കേട്ടോ ഇതിന് മെയിനായിട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കാഷ്യൂ നട്ട്സ്, ഇതേപോലെ നട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് സിറപ്പ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ഉപയോഗിക്കാം. ആദ്യം പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രീസറിൽ തണുക്കാനായിട്ട് വയ്ക്കണം. നമുക്ക് തണുത്ത പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ആവിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്നത് വരെ അതേ പരുവത്തിൽ നല്ല വറുത്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് 2 പേർക്കുള്ള അളവിനാണ്. 1 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എത്ര ആളുടെ അളവിനാണോ അതിനനുസരിച്ച് അവിലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് അവില് 2 ഗ്ലാസ് ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇടയ്ക്കുന്നിടത്ത് നമ്മളിങ്ങനെ കഴിച്ചു നോക്കാൻ പറയാൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് റെഡിയായി കിട്ടും. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അവില് ശരിയായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറണം. നമുക്കിത് ഇതേ 2 പാത്രത്തിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാതി നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ പാതി മാത്രമേ പാലെടുക്കാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ അധികം മധുരം വേണ്ട, അത് കാരണം ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണില്ല. നിങ്ങൾക്ക് നല്ല മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പാലിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 സ്കൂപ്പ് ഐസ്ക്രീം ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ചേർത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് 10-15 മിനിറ്റ് ഒന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനിയുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് അവില് ചേർത്ത് കൊടുക്കാം. അവില് ചേർക്കുമ്പം ശ്രദ്ധിക്കുക, ആദ്യം അവിലിട്ട് കൊടുക്കുകയില്ലേ, നമ്മൾ ഐസ്ക്രീം ഇട്ടിട്ട് അതിന് മുകളിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ കിടന്നിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ് പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഐസ്ക്രീം മുകളിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുതിരില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ക്യാരമൽ നട്ട്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കപ്പലിൻ്റെ മിഠായി ഇല്ലേ, കപ്പലിൻ്റെ മിഠായി ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡെസേർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാണുമ്പോൾ കുറച്ച് നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് വല്ലതും ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് വിതറി ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വരുന്നവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, കുട്ടികളൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇതുപോലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാവും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഹെൽത്തി ഡയറ്റിനൊക്കെ പറ്റിയ കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. കൂടാതെ കുറച്ച് പൊടിക്കൈകൾ നമ്മുടെ കുക്കറൊക്കെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.